സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വന്നത്. അപ്പോൾ പച്ചമുളക്, ഇഞ്ചി, കാബേജ്, ക്യാപ്സിക്കം, മല്ലിയില, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളകും ഇഞ്ചിയും ചതച്ചെടുക്കണം. പിന്നെ സവാള, പിന്നെ കസൂരി മേത്തി. എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇടുന്നില്ല. ഇഞ്ചിയും പച്ചമുളകും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി വരുമ്പം നല്ല വഴന്ന് വരുന്ന സമയത്ത് സവാള ഇട്ട് കൊടുക്കുക. മല്ലിയിൽ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുക്കണം. ശരിക്കും ഇളക്കി വഴന്ന് വരണം. പിന്നെ ഞാൻ എണ്ണയിലിടുന്നില്ല. ഞാൻ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ഓർഡറാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങും മല്ലിയിലയും ഇപ്പം ലാസ്റ്റ് ഇട്ട് കൊടുക്കണ്ട. ഇപ്പം പൊടികളിലിട്ട് മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ശരിക്കും വഴന്ന് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കിഴങ്ങിൽ ഉപ്പിട്ടതുകൊണ്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ശരിക്കൊന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് കസൂരി മെത്തി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ശരിക്കൊന്ന് ഇളക്കിയെല്ലാം യോജിപ്പിച്ചെടുത്തിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കസൂരി മെത്തി ഇട്ട് കൊടുത്ത് ഇനി ചെറിയ ഉരുളകളാക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഇത് കോൺഫ്ലോർ മാത്രമേ ഇടുന്നുള്ളൂ, മുട്ട ഉപയോഗിക്കുന്നില്ല. നല്ല ഇതാക്കിയെടുത്ത് കോൺഫ്ലോർ കുറച്ച് വെള്ളമായി കലക്കിയെടുക്കണം. ഒരുപാട് വെള്ളമായി കൂടാ, കുറച്ച് വെള്ളമാക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് എടുത്തിട്ട് കോൺഫ്ലോറിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കണം. ഇതെല്ലാം സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.